ഫ്രണ്ട്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ആ പോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യത ഞാൻ ആദ്യം ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് പ്രൊമോഷൻ ആൻഡ് പേ ലെവലിലൂടെ കാണാം. അതായത് അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ 56,100 രൂപയാണ് സ്റ്റാർട്ടിംഗ്. ബേസിക് പേ മാത്രമാണ് കേട്ടോ പറയുന്നത്, 56,100. അതിലൂടെ നിങ്ങൾക്ക് ഡെപ്യൂട്ടി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡയറക്ടർ ജനറൽ വരെ ആകാം. ഓക്കെ, അപ്പോൾ ഡയറക്ടർ ജനറലൊക്കെ വരുമ്പോൾ പേ ലെവൽ 16 വരും. 2,05,400 ഇതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നത്. അപ്പോൾ പേ ലെവൽ 10 നിന്ന് നമുക്ക് 16 വരെ നമുക്ക് പ്രൊമോഷനിലൂടെ എത്താൻ പറ്റും. വിവിധ പോസ്റ്റുകളിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇത് വിട്ട് കളയേണ്ട. നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി മതി. ഏതെങ്കിലും വിഷയത്തിലോ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഇനി ഈ ബേസിക് പേ പുറമെ നിങ്ങൾക്ക് ഒട്ടനവധി ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. കാൻറ്റീൻ ഫെസിലിറ്റി, അതുപോലെ ലോൺ ഫെസിലിറ്റി തുടങ്ങിയിട്ട് ഒരുപാട് നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ചെറിയൊരു പോസ്റ്റ് അല്ല, ഗ്രൂപ്പ് എ കാറ്റഗറിയിലുള്ള ഗസറ്റഡ് പോസ്റ്റ് ആണെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈവൻ നമ്മൾ ചെറിയൊരു കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈവൻ നമ്മൾ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് വരെ അതിൻ്റേതായുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഇത് അറിയട്ടെ. അതായത് പലരും ഇത്തരം എക്സാമുകളൊന്നും അറിയുന്നില്ല. നമ്മൾ ഏജ് ഓവർ ആയിട്ടാണ് പലരും ഇത് അറിയുക. അങ്ങനെ ഏജ് ഓവർ ആയവരുണ്ടെങ്കിൽ കമൻറ്റിൽ വരിക. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ അറിയുന്നത് നമുക്ക് കുറേ ഏജൊക്കെ ആയതിനു ശേഷമായിരിക്കും നമ്മളിത് എവിടെയെങ്കിലും വീഡിയോ ആയിട്ടോ നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ കാണുക. അതുവരെ നമ്മൾ എലിജിബിൾ ആകുന്ന സമയത്ത് ഇതൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അത് നമുക്കൊരു നഷ്ടബോധം, കുറ്റബോധമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയുന്നവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അവർക്കെങ്കിലും അത് യൂസ് ആയിട്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളോ എന്തെങ്കിലും ഉണ്ട് മാക്സിമം അവരിലേക്കൊക്കെ അയക്കുക. കാരണം ഇത്തരം എക്സാമുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓഫീസറായിട്ടുള്ള ഡയറക്റ്റ് എൻട്രിയാണ്. അത് മാത്രമല്ല, അത്യാവശ്യം നല്ല സാലറിയും നല്ല പദവിയോ ആണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്. മറ്റൊട്ടനവധി അലവൻസും ഉണ്ടെന്നൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഉടനെ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇതിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ജനറൽ ഡ്യൂട്ടി വിളിച്ചിട്ടുണ്ട്, അതുപോലെ ടെക്നിക്കൽ. 2 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ ഡ്യൂട്ടി വിളിച്ചിട്ടുണ്ട്, അതുപോലെ ടെക്നിക്കൽ കാറ്റഗറി ഉണ്ട്. 2027 ബാച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂലൈ 8 മുതൽ നിങ്ങൾക്ക് ജൂലൈ 23 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വിവിധ ബ്രാഞ്ചസിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഡ്യൂട്ടി ഞാൻ പറഞ്ഞ 2 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. ജനറൽ ഡ്യൂട്ടി GD എന്ന് പറയും, മറ്റേത് ടെക്നിക്കലാണ്. ഓക്കെ, അങ്ങനെ 2 കാറ്റഗറിയാണ്. അപ്പോൾ ജനറൽ ഡ്യൂട്ടിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം നമുക്ക്. ഇതിലേക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, ജസ്റ്റ് ഒരു ഡിഗ്രി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ജനറൽ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഡിഗ്രി ഓക്കെ ആണ്, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ +2 നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫിസിക്സും മാത്തമാറ്റിക്സും ഈ 2 സബ്ജക്റ്റും നമ്മൾ +2 പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ആർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് ഡിഗ്രി എടുത്തവർക്കോ അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് ഡിഗ്രി എടുത്തവർക്കോ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ഇതിൽ നിങ്ങൾക്ക് +2 സയൻസ് എടുക്കണം. ഓക്കെ, +2 സയൻസ് എടുത്ത് നിങ്ങൾ എന്താണ് മാത്തമാറ്റിക്സും അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പ്ലസ് ഫിസിക്സും, മാത്തമാറ്റിക്സും ഫിസിക്സും ഈ 2 സബ്ജക്റ്റ് നമ്മൾ +2 പഠിച്ചിരിക്കണം. ഓക്കെ, പ്ലസ് അഡീഷണലി നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിൽ എനി ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രി ഓക്കെ ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പം +2 നമ്മളെന്താണ് ഹ്യൂമാനിറ്റീസ് ഓർ കൊമേഴ്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു കാറ്റഗറിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതായത് നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ് എടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ +2 പോകാതെ ഡിപ്ലോമ കഴിഞ്ഞു, 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, ഡിഗ്രി ചെയ്തു. അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡിപ്ലോമയിൽ നമ്മൾ ഫിസിക്സും മാത്തമാറ്റിക്സും നമ്മൾ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതായത് ഡിപ്ലോമയിൽ നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് ഫിസിക്സും മാത്തമാറ്റിക്സും, അത് സബ്സിഡിയറി ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ളവർക്ക് ഈ പറയുന്ന ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. അതായത് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നമുക്ക് വേണ്ടത് +2 നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നമ്മൾ +2 സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അതിൽ ഫിസിക്സും
ഫിസിക്സും മാത്തമാറ്റിക്സും. ഓക്കെ, ഫിസിക്സും മാത്തമാറ്റിക്സും പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് +2 നമുക്ക് ഓക്കെയാണ്. ഫിസിക്സും മാത്തമാറ്റിക്സും ആണെങ്കിൽ ഒന്നാമത്തെ നിങ്ങൾക്ക് ഓക്കെയാണ്, രണ്ടാമത്തെ നിങ്ങൾ ഓക്കെ നോക്കുക. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിപ്ലോമയാണ് പഠിച്ചത്. പക്ഷേ ഡിപ്ലോമയാണ്, കുഴപ്പമൊന്നുമില്ല. ഡിപ്ലോമയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സും മാത്തമാറ്റിക്സും ഓരോ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ എന്താണ് ഡിഗ്രിയും ചെയ്തു, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും അങ്ങനെ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏജ് ലിമിറ്റാണ് 21 to 25, മിനിമം 21 വയസ്സും മാക്സിമം 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിലേക്ക് നിങ്ങൾക്ക് 1 ജൂലൈ 2026 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മതി. ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ഡേറ്റ് ഉൾപ്പെടെ ഇതിൻ്റെ ഉള്ളിൽ എവിടെയും ജനിച്ചവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 21 to 25 1 ജൂലൈ 2026. ഇനി OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ആണ് നമ്മൾ നോക്കുന്നത്, ടെക്നിക്കലാണ്. ടെക്നിക്കലിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇങ്ങനെ 3 ഡിസിപ്ലിനാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് വിവിധ ഡിസിപ്ലിൻ ഉണ്ട്. ഓരോന്ന് ഞാൻ പറയാം. എഞ്ചിനീയറിംഗ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദ നേവൽ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ മറൈൻ, അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ്, അല്ലെങ്കിൽ മെക്കട്രോണിക്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ മെറ്റലർജി, അല്ലെങ്കിൽ ഡിസൈൻ, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ, അല്ലെങ്കിൽ എയറോസ്പേസ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഒരു BE ഓർ BTech ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നിക്കലിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി അതിന് തുല്യമായിട്ടുള്ള രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയർ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും, അതത് മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ഈ സെക്ഷൻ, അതായത് ഈ പറയുന്ന AMIയുടെ സെക്ഷൻ Aയും B ഒന്നും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ്, പക്ഷേ ഡിസിപ്ലിൻ വ്യത്യാസമുണ്ട്. ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്, അതല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BE or BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയർ ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് വേണ്ടത്. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു കണ്ടീഷൻ, നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇവിടെ ബാധകമാണ്, +2ൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് BE or BTech ഒക്കെ ഉണ്ട്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ നമുക്കിവിടെ +2ൽ നമുക്ക് എന്താണ് ഫിസിക്സും മാത്തമാറ്റിക്സും നമ്മൾ എന്ത് ചെയ്യണം, +2ൽ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അധികവും നമുക്ക് BE or BTech നിങ്ങൾ എന്താണ് +2 കഴിഞ്ഞ് പഠിച്ചവരാണെങ്കിൽ മാത്തമാറ്റിക്സും ഫിസിക്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും സബ്ജക്റ്റായിട്ട് നമ്മൾ +2ൽ പഠിച്ചിരിക്കണം. പ്ലസ് ഇനിയിപ്പോൾ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് എന്തുണ്ടാവും, ഈ പറയുന്ന ഡിഗ്രി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പറയുന്ന മാത്തമാറ്റിക്സും ഫിസിക്സും നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. അപ്പോൾ ഇതിലേക്കും നേരത്തെ പറഞ്ഞ പോലെ 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമതായിട്ട് വേണ്ടത് +2 ആണ്. +2ൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും വേണം. ഞാൻ മൗസ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്, ഫിസിക്സും മാത്തമാറ്റിക്സും ഈ 2 സബ്ജക്റ്റ് നമ്മൾ +2ൽ പഠിച്ചിരിക്കണം. അത് ഓക്കെയാണ്, ജസ്റ്റ് ടിക്ക് ചെയ്യുന്നു. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, BE or BTech ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ, ഇവിടെ നമ്മളിപ്പം വായിച്ചില്ല റീഡിൽ, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് വെച്ച് അങ്ങനെ ക്വാളിഫിക്കേഷനിലേക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, +2 പഠിച്ചോളന്നില്ല, അവർ നേരെ ഡിപ്ലോമ എടുക്കും. അപ്പോൾ അങ്ങനെ ഡിപ്ലോമ എടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഡിപ്ലോമയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫിസിക്സും അതുപോലെ മാത്തമാറ്റിക്സും ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. 2ഉം വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിഗ്രിയും നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ടെക്നിക്കലിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ടെക്നിക്കലിൻ്റെ ഏജ് ലിമിറ്റ് 21 to 25 എന്നാണ്. OBC ആണ്, NCL ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ,
ഇനി ഇതിൻ്റെ മറ്റു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏജ് റിലാക്സേഷൻ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു. SC ആണെങ്കിൽ 5 വർഷം, OBC NC ആണെങ്കിൽ 3 വർഷം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഡിഗ്രി പ്ലസ് PG നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഉണ്ടല്ലോ, ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഡിഗ്രിയും PGയും കൂടെ ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിലും അങ്ങനെയുള്ളവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറയുന്ന ടെക്നിക്കലിലേക്കും നിങ്ങൾക്ക് ജനറൽ ഡ്യൂട്ടിയിലേക്കും ഏതിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട്, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, അതല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ടെക്നിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ, നമ്മൾ പഠിക്കുന്ന സ്ഥാപനം അതായത് സർട്ടിഫൈ ചെയ്ത് തരണം. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഡിഗ്രി നമ്മൾ പാസ്സായിട്ടുണ്ട്, നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇൻ്റഗ്രേറ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ 3 വർഷം കഴിഞ്ഞു, നമ്മൾ അത് ഇനി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി 4ാമത്തെ വർഷം കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് അവർ സർട്ടിഫൈ ചെയ്ത് തരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ അതിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതിൽ ആ സർട്ടിഫിക്കറ്റിൽ നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് സാരം. ഇനി വേക്കൻസിയാണ്. വേക്കൻസി എന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടിയിലേക്ക് ടോട്ടൽ 140 വേക്കൻസി, ടെക്നിക്കലിലേക്ക് 30 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആകെ മൊത്തം 170 വേക്കൻസിയാണ് കേട്ടോ. വേക്കൻസി എന്ന് പറയുന്നത് മേ ബി ചേഞ്ച് ആകാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം. അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഗ്രാജുവേഷൻ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരായിരിക്കണം. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരായിരിക്കണം. പക്ഷേ നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇയറിലോ ലാസ്റ്റ് സെമ്മിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് പ്രത്യേക ഒരു പരിഗണനയാണ് ഇവിടെ തരുന്നത്. ഈ പറയുന്ന ഇതിൻ്റെ എക്സാം എഴുതാൻ, ഇതിലേക്ക് സെലക്ഷന് പങ്കെടുക്കാൻ ഒരു പ്രത്യേക പരിഗണനയാണ് തരുന്നത്. ഒരു സ്പെഷ്യൽ കൺസെഷനാണ് അവർ തരുന്നത്. ആ കൺസെഷൻ നമുക്ക് തരുന്നത് കൊണ്ട് നിങ്ങളുടെ 31 ഒക്ടോബർ 2026 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് നമ്മുടെ എക്സാമിനേഷൻ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ. അപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവരിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 2026 ഒക്ടോബർ 31 എന്ന് പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. ഡേറ്റാണ് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്, നമ്മുടെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫൈനൽ ഇയറിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, നിങ്ങൾ എക്സാം എഴുതാത്തവർക്കോ ഫൈനൽ ഇയർ എക്സാം എഴുതിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ 3ാമത്തെ വർഷം പഠിക്കുന്നവരായിരിക്കണം. അതല്ലാതെ നമ്മൾ 2ാമത്തെ വർഷം പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 3ാമത്തെ വർഷത്തേക്ക് നിങ്ങൾ പ്രവേശിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി 4 വർഷം ഡ്യൂറേഷൻ ആണെങ്കിൽ 4ാമത്തെ വർഷം പഠിക്കുന്നവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു കണ്ടീഷൻ പറയുന്നത് 31 ഒക്ടോബർ 2026 അവരുടെ റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൻ്റെ വിവിധ സെലക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത്, അതായത് PSB, FSB ഇൻ്റർവ്യൂ കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവസാന വർഷ വിദ്യാർത്ഥിയാണ് എന്ന് തെളിയിക്കുന്നതിനായിട്ടൊരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അല്ലെങ്കിൽ കൺട്രോളർ ഇഷ്യൂ ചെയ്ത് തരണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ICGയുടെ, അത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ സമയത്തേക്ക് നിങ്ങൾ സെറ്റാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വേണം, ആ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിലെന്താണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല, നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണ്, നമ്മുടെ റിസൾട്ട് 31 ഒക്ടോബർ 2026 ഡിക്ലെയർ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മളത് പാസ്സാവും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പാസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാൻഡിഡേച്ചർ അവിടെ റിജക്റ്റ് ആവും എന്നുള്ളതിന് ആ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറാണ്. സെലക്ഷൻ പ്രൊസീജിയറിന് വലിയൊരു സെലക്ഷനാണെന്ന് കൂടെ കാണാം. 5 സ്റ്റേജാണ് അതിലുള്ളത്, 5 ഘട്ടങ്ങളാണ്. അപ്പോൾ സ്റ്റേജ് 1, 2, 3, 4 and 5 ആണ്. ഓക്കെ, എല്ലാ സ്റ്റേജും എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം, അതിൽ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ സ്റ്റേജ് 1 വരുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതായത് കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറയും, CG-CAT എന്ന് പറയും. അപ്പോൾ ഇതിനെ കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റാണ്. അത് എല്ലാ വിദ്യാർത്ഥികളും എഴുതണം. അതായത് കാൻഡിഡേറ്റ്സ് ഫോർ ഓൾ ബ്രാഞ്ചസ് ഷാൽ അപ്പിയർ ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റോടെ പറയാൻ നിങ്ങൾക്ക് ഈ പറയുന്ന CG-CAT. അപ്പോൾ ഇതെല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം, എഴുതണം. കമ്പ്യൂട്ടർ ബേസ്ഡ് സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് ജനറൽ ഡ്യൂട്ടി ആണെങ്കിലും ടെക്നിക്കലാണ്, ഏത് കാറ്റഗറി അപ്ലൈ ആണെങ്കിലും ഈ ഒരു എക്സാം നമ്മൾ എഴുതണം. ഇതൊരു 100 മാർക്കിനുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിൻ്റെ സെൻറ്ററൊക്കെ നമുക്ക് കേരളത്തിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിനാണ് സെൻറ്ററൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ഔട്ട്, അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ ആയാലും 4 മാർക്ക്,
നിങ്ങൾക്ക് തെറ്റായി രേഖപ്പെടുത്തിയാൽ 1 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അതിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് 25 ക്വസ്റ്റ്യൻ, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി 25, ദെൻ ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25, ജനറൽ നോളജ് 25. അപ്പോൾ ഈ ഒരു സ്കീമിലൊക്കെ പറ്റുന്ന നല്ല ബുക്കുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചാനലുണ്ട്, അതുപോലെ നമ്മുടെ ടെലഗ്രാം വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിലൊക്കെ ജോയിൻ ചെയ്യുക. 2 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇനി അടുത്തത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിമിനറി സെലക്ഷൻ ബോർഡാണ് സ്റ്റേജ് 2 വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ സ്റ്റേജ് 1ൻ്റെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കി കട്ട് ഓഫ് ഉണ്ടാവും. അതിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്കാണ് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേജ് 2 നടക്കുന്നത് നോയിഡ, ഗോവ, അവിടെ ചില സെലക്റ്റഡ് ഏരിയാസ് ആണ്. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റേജ് 2 നടക്കേണ്ടത്, സെൻറ്റർ ഉണ്ടാകുക. അതൊക്കെ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. PSB സെൻറ്ററൊക്കെ എവിടെയാണ് വേണ്ടത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റും. സ്റ്റേജ് 2ൽ നിങ്ങൾക്ക് ഈ CCBT എന്ന് പറയും, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് കൊഗ്നിറ്റീവ് ബാറ്ററി ടെസ്റ്റ്, അതായത് അതോടൊപ്പം തന്നെ പിക്ചർ പെർസെപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ്, PP ആൻഡ് DT എന്ന് പറയും. ഈ 2 ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ക്വാളിഫൈ നേച്ചറാണ്. അതിൽ നമുക്ക് വലിയൊരു മാർക്ക് വാങ്ങി അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് റെക്കമെൻഡഡ് ഓർ നോൺ റെക്കമെൻഡഡ് എന്നുള്ള രീതിയിലാണ് തീരുമാനിക്കുക. അതായത് നിങ്ങൾ പുറത്താണോ അല്ലെങ്കിൽ ഉള്ളിലാണോ എന്നുള്ളതാണ് തീരുമാനിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ് സ്റ്റേജ് 2. അതിൽ നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങി നമുക്ക് റാങ്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ക്വാളിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ക്വാളിഫൈ ചെയ്താൽ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേജ് 2ൻ്റെ കൂടെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജ് 3 ആണ് FSB എന്ന് പറയും. ഇവിടെ സ്റ്റേജ് 3ൽ നമുക്ക് സ്റ്റേജ് 2 ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികളെയാണ് സ്റ്റേജ് 3ലേക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് 4 to 5 ഡേയ്സ് വരുന്നൊരു പ്രോസസ്സാണ് ഈ സ്റ്റേജ് 3 എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും, പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന 4 to 5 ദിവസം വരെ എടുക്കുന്ന ടെസ്റ്റാണ്. അപ്പം തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ SSB ഇൻ്റർവ്യൂ ഒക്കെ പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരിക. അപ്പോൾ അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിൽ നമ്മളതിനെ പ്രിപ്പയർ ചെയ്യണം. ബുക്കുകളൊക്കെ വായിച്ച് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സിമ്പിൾ ടാസ്ക് കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു 4 to 5 ഡേയ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് 4-5 ദിവസമാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് 3ൻ്റെ വരിക. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരിക. പിന്നെ സ്റ്റേജ് 4 ആണ്. ഇത് മെഡിക്കലി നമ്മൾ ഓക്കെ ആണോ ഫിറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഇത് നോക്കുക. പിന്നെ സ്റ്റേജ് 5 ആണ്. അപ്പോൾ സ്റ്റേജ് 4 നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഓൾ ഇന്ത്യ ബേസിലുള്ള മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രെയിനിങ്ങിനുള്ള ലിസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അതിനുള്ള ഡയറക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലാണ്. ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സാണ് ഉണ്ടായിരിക്കുക കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ഈ ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 3യുടെയും മാർക്കാണ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 3ൻ്റെയാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഏഴിമലയിലേക്കുള്ള ആ ഒരു ട്രെയിനിങ്ങിന് നമ്മൾ സെലക്ട് ആകുന്നത്. ഇനി ഇതിൻ്റെ ഇപ്പോൾ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ, അതായത് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കണക്കാക്കുന്നത് 27 ഡിസംബർ 2026 അപ്പോൾ 2026 ഡിസംബർ 27 ലാസ്റ്റ് ഡേറ്റ്. അത് മേ ബി മാറ്റാം, അതിൻ്റെ എക്സാക്റ്റ് ഡേറ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാരണവശാലും 31 ഡിസംബർ 2026 അപ്പുറത്തേക്ക് പിന്നെ അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻ എൻട്രി സ്കീം ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ ഓപ്ഷൻ എൻട്രി സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ 2 കാറ്റഗറി ആണല്ലോ പോസ്റ്റ്, ഒന്ന് ജനറൽ ഡ്യൂട്ടി GDയും ഒന്ന് ടെക്നിക്കലും ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിലേക്കും നിങ്ങൾ എലിജിബിലിറ്റി ഓക്കെ ആണെങ്കിൽ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഓപ്ഷൻ 1 ഓപ്ഷൻ 2 എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സ്റ്റേജ് 1 ഉണ്ടല്ലോ, സ്റ്റേജ് 1ൻ്റെ റിസൾട്ട് വന്ന് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമല്ലോ സ്റ്റേജ് 2ലേക്ക്. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ്, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് GD ആണ്, ജനറൽ ഡ്യൂട്ടിയാണ് കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ എന്നെ സ്റ്റേജ് 2ലേക്ക് എന്നെ കൺസിഡർ ചെയ്യുന്നത് GDയിലേക്കാണ് എന്നെ കൺസിഡർ ചെയ്യുക. അതല്ലാതെ ടെക്നിക്കലിലേക്ക് കൺസിഡർ ചെയ്യില്ല. അവിടെ നിങ്ങൾക്ക് പിന്നെ ചോയ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഏതാണ് നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോസ്റ്റിനെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ സ്റ്റേജ് 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് തന്നെ ആയിരിക്കും, ഫസ്റ്റ് നമ്മുടെ ചോയ്സിനായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലാണ്, ഇതിൻ്റെ
എഫക്റ്റീവ് മെറിറ്റ് ലിസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോഴാണ് സെക്കൻഡ് പ്രിഫറൻസിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് പ്രിഫറൻസ് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടാതെ വരികയാണെന്നുള്ള സാഹചര്യം വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പ്രിഫറൻസ് നിങ്ങൾ കൊടുത്തത് കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്കീമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 2 ഘട്ടമായിട്ടാണ് ഇതിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, 2 ഫേസസ് ആയിട്ടാണ്. അതിലൊന്ന് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാനും കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. ബാക്കി സ്റ്റേജ് 2ൻ്റെ സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത്. ഒരിക്കലും ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സോ ഒരിക്കലും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പാടില്ല, അതായത് സ്കാൻ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എടുക്കുക, സ്കാൻ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഒരിക്കലും ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയോ ഒന്നും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഉദ്യോഗാർത്ഥികളും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് നിങ്ങൾക്കിവിടെ ഈ പറയണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 2024 മുൻപ് എടുത്തതായിരിക്കാൻ പാടില്ല. അതായത് 2024 ജൂണിന് ശേഷം എടുത്ത റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. ജൂണിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിൽ നിങ്ങളുടെ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ എഴുതണം. ഫോട്ടോ എടുത്ത ഡേറ്റും അതിൽ പ്രിൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. പേര് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂൺ 2024 അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് മെയ് മാസം ഒന്നും എടുത്ത ഫോട്ടോ പറ്റില്ല. ഓക്കെ, അപ്പം ജൂൺ 1 മുതലോ അല്ലെങ്കിൽ അതിന് ശേഷമോ, അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് എടുത്ത ആ ഒരു ഡേറ്റ് തന്നെ ഇടുക, റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ് തന്നെ ഇടുക. നമ്മൾ ഒരുപാട് ജൂണിൻ്റെ അപ്പുറത്തേക്കോ ഒന്നും പോകാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ജൂണ് ഒരു പകുതിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ടുള്ള ഡേറ്റ് ഇടാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എന്നാണോ എടുക്കുന്നത് അന്നുള്ള ഡേറ്റ് എടുക്കാം. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് തന്നെ ഉള്ളത് എടുക്കാം, പഴയ ഫോട്ടോ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് മാത്രം പോരാ, ഒരു ലൈവ് ഇമേജ് ക്യാപ്ചറിങ് സംവിധാനം പാടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നോട്ടിഫിക്കേഷനിലും വരുന്നുണ്ട്, ഇപ്പോൾ ലൈവ് ഇമേജ് ക്യാപ്ചറിങ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കാണാൻ നിൽക്കുക നമ്മുടെ ആ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ എക്സ്പ്രഷൻ കാര്യങ്ങളും നമ്മുടെ ആ ഒരു ഫേസ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും നമ്മൾ ലൈവായിട്ട് ഇതിലേക്ക് ക്യാപ്ചർ ചെയ്ത ഫോട്ടോയും മാച്ച് ചെയ്യണം, സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ കുറേ മുന്നെടുത്ത ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എടുത്ത് സ്റ്റുഡിയോയിൽ പോയിട്ട് ഈ പറഞ്ഞ രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ ഇതിലേക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. രണ്ടാമത് ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നിങ്ങൾ വെബ് ക്യാം യൂസ് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അതിലുള്ള ക്യാമറ സെക്കൻഡറി ക്യാമറ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ക്ലിയർ ഉണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല വെളിച്ചത്ത് നല്ല ലൈറ്റുള്ള രീതിയിൽ നിങ്ങൾ ഫോട്ടോ ലൈവായിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഫോട്ടോ നമ്മൾ അതിൽ ആഡ് ചെയ്യണം. പിന്നെ സ്കാൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഐഡൻറ്റിറ്റി പ്രൂഫിന് വേണ്ടി ആധാർ കാർഡോ വോട്ടർ ഐഡിയോ പാസ്പോർട്ട്സോ ഏതെങ്കിലും ഒരു ID കാർഡ് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതൊക്കെ NIC നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്, നമ്മൾ നോക്കേണ്ട. പിന്നെ ഇതൊക്കെ ഈ പറയുന്ന ആംഡ് ഫോഴ്സ് പേഴ്സണലാണ്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ പറയുന്ന ഹൈറ്റ് ഉണ്ട്, ഇതിലേക്ക് ഹൈറ്റ് ഞാൻ പറയാം. ഹൈറ്റ് റിലാക്സേഷൻ ആവശ്യമുള്ളവർ ചില പ്രത്യേക ഹില്ലി റീജിയനിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഹൈറ്റിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി, അല്ലാത്തൊരു ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് സ്റ്റേജ് 2 PSBൻ്റെ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, കൊണ്ടുപോകേണ്ടതല്ല അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണ്ട. നിങ്ങൾ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ടല്ലോ, സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതാണ് ഇവിടെ, അത് ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 300 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീസും ഇല്ല കേട്ടോ, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് 5 പ്രിഫറൻസ് ഓരോ ഉദ്യോഗാർത്ഥിയും കൊടുക്കണം. നിങ്ങൾക്ക് 5 സെൻറ്ററുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ചോയ്സ് അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിൻ്റെ 30 കിലോമീറ്റർ ആ ഒരു ചുറ്റളവിൽ വരുന്ന 30 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ആ ഒരു സെൻറ്റർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇപ്പം എൻ്റേത് കോഴിക്കോടാണ്, സിറ്റിയിലാണ് വീടെന്ന് വിചാരിക്കുക. അപ്പോൾ കോഴിക്കോട് സിറ്റീൻ്റെ 30 കിലോമീറ്റർ ചുറ്റളവിൽ സെൻറ്റർ ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്ഥലം, അത് ഏതാ സ്ഥലം എന്ന് വരുന്നത് ആ സ്ഥലമാണ് നമ്മൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി നിങ്ങൾ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സെൻറ്റർ ഇല്ല.
ആ സെൻറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ സിറ്റിയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മളുടെ ഫസ്റ്റ് ചോയ്സ് എക്സാം സെൻറ്റർ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ അഡ്രസ്സും നമ്മൾ കൊടുത്ത എക്സാം സിറ്റിയും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്താൽ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മൾ കൊടുത്ത തെറ്റാണെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ ക്യാൻ ബി ക്യാൻസൽഡ്. ഓക്കെ, നമ്മുടെ കാൻഡിഡേച്ചർ റിജക്റ്റ് ആകും അല്ലെങ്കിൽ ക്യാൻസൽ ആവുന്നുള്ളതാണ്. അതുവരെ നമ്മൾ എക്സാം എഴുതി കഷ്ടപ്പെട്ട് അതൊക്കെ വെറുതെ ആകും. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് എക്സാം സിറ്റി കൊടുക്കേണ്ടത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്. നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കും നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ ചോദിക്കും. അപ്പോൾ ആ അഡ്രസ്സ് എവിടെയാണോ അതിൻ്റെ ചുറ്റളവിൽ, അതല്ലാതെ നമ്മളിപ്പോൾ താമസിക്കുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ രേഖയിൽ നമ്മൾ കൊടുക്കുന്ന പ്രസൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് അവിടെ ചോദിക്കും. ആ അഡ്രസ്സിൻ്റെ 30 കിലോമീറ്റർ ചുറ്റളവിലാണ് ഫസ്റ്റ് ചോയ്സ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനി ആ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള അടുത്ത സിറ്റിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഫസ്റ്റ് പ്രിഫറൻസ് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കാൻഡിഡേച്ചറിനെ ബാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി ചോയ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എലിജിബിലിറ്റി, അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ സെലക്ഷൻ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്താൽ മതി കേട്ടോ. അതിന് റിപ്ലൈ കിട്ടും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ഇഷ്യൂ, ഈ അഡ്മിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിലാണ്. രണ്ടിനും സെപ്പറേറ്റ് മെയിലുണ്ട്. പിന്നെ ടെലിഫോൺ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേജ് 1 എന്നായിരിക്കും നടക്കുക. ഓക്കെ, സെപ്റ്റംബർ 18 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റേജ് 2 നവംബർ 2025, പിന്നെ സ്റ്റേജ് 3ലേക്ക് വരുമ്പം ജനുവരി ടു ഒക്ടോബർ 2026, സ്റ്റേജ് 4ലേക്ക് വരുമ്പം മാർച്ച് ടു ഏപ്രിൽ, സ്റ്റേജ് 5 ഡിസംബർ 2026. ഇങ്ങനെയാണ് അതിൻ്റെ ഘട്ടങ്ങൾ വരുന്നത്. ഇനി ഇതിലേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജനറൽ ഡ്യൂട്ടി ആണെങ്കിലും ടെക്നിക്കൽ ആണെങ്കിലും മിനിമം 185 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഓക്കെ, അപ്പോൾ അതിൽ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഹില്ലി ഏരിയാസിലുള്ള അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ട്രൈബൽ ഏരിയാസൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഹൈറ്റിൽ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ വെയിറ്റ് ആണ്, നമുക്ക് ആ ഹൈറ്റിനും ഏജിനും അനുസരിച്ചുള്ള രീതിയിലുള്ള വെയിറ്റ്, അത് ±10% അക്സെപ്റ്റബിൾ ആണ്. അത് +10% കൂടിയാലും കുഴപ്പമില്ല, 10% കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ചെസ്റ്റ് ആണെങ്കിൽ വെൽ പ്രൊപ്പോർഷണേറ്റ് ആയിരിക്കണം. അതുപോലെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഹിയറിംഗ് നോർമൽ ആയിരിക്കണം. അതുപോലെ ഐസൈറ്റ് ജനറൽ ഡ്യൂട്ടിൻ്റെതും രണ്ടിനും വേറെ തന്നെയാണ്. നിങ്ങൾ ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ വിത്തൗട്ട് ഗ്ലാസ്സിലാണെങ്കിൽ നിങ്ങളുടെ ഓരോ കണ്ണും 6/6, ഒന്ന് 6/6, ഒന്ന് 6/9, 6/9 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 6/6 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വിഷനാണ്. അപ്പോൾ 6/6. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിഷൻ കുറച്ച് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് ഗ്ലാസ് ഇല്ലാതെ. ഇനി നിങ്ങൾ ഗ്ലാസ് വെക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അത് 6/6ലേക്ക് വരണം എന്നുള്ളതാണ്. രണ്ടും 6/6ലേക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്ലാസ് വെക്കുന്നവർക്കും ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ അൺകറക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 6/6 ഒന്ന് 6/9. ഓക്കെ, ഇനി അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ടെക്നിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 6/36 ആണ്. അതായത് നല്ല കാഴ്ച പ്രശ്നമുള്ളതാണ് ശരിക്കും 6/36 എന്ന് പറയുന്നത്. അപ്പോൾ 6/36 നിങ്ങൾക്ക് വിത്തൗട്ട് ഗ്ലാസ്സിൽ എന്താണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്. ഇനി കറക്റ്റ് ഗ്ലാസ് വെച്ചാൽ നമുക്ക് 6/6 ആണ്. അത് വിത്ത് ഗ്ലാസ്സിലാണെങ്കിൽ 6/6 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗ്ലാസ് വെച്ചവർക്കും വെക്കാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ അത് നോക്കുക നിങ്ങൾ. ഇനി ഇതിൻ്റെ ട്രെയിനിങ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിലേക്ക് ട്രെയിനിങ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴിമലയിൽ ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമലയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അവിടെ നേവൽ ഓറിയൻറ്റേഷൻ കോഴ്സാണ് ഉണ്ടായിരിക്കുക. അത് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 44 വീക്കും, ടെക്നിക്കൽ ആണെങ്കിൽ 22 ആഴ്ച ഉണ്ടാകുക. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബേസിക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് വിവിധ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ വെച്ചിട്ടായിരിക്കും വിവിധ ബേസിക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓഫർ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞു. പിന്നെ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23 ജൂലൈ ആണ്. അപ്പോൾ 23 ജൂലൈ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലാണ് നിങ്ങൾ വരെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. താല്പര്യം ജോയിൻ ചെയ്യുക. വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്സ്, അതുപോലെ മറ്റു വലിയ വലിയ കമ്പനികളിലെ ജോബ്സ്, കേരള ജോബ്സ്, ഇതൊക്കെ പ്രൈവറ്റ് ജോബ്സുകളാണ് മെയിനായിട്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനിവിടെ ലേറ്റസ്റ്റ് ജോബ്സ് ഇവിടെ കാണാം, അതുപോലെ കേരള ജോബ്സ് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ കേരള ജോബ്സിലൊക്കെ ഉണ്ട് ഇന്ത്യൻ
കോസ്റ്റ് ഗാർഡ് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ താഴെ ഉണ്ടായിരിക്കും, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പം ഇത് മുകളിലേക്ക് വരും, ഇത് താഴോട്ട് പോയിട്ട് ഇവിടുന്ന് കാണാതാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും ഫോളോ ചെയ്യുക, കാരണം നമ്മൾ ഈ പറയുന്ന ബുക്കുകളൊക്കെ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ ലിങ്കുകളൊക്കെ ഇട്ടുതരാം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ലിങ്കുകളും ഇവിടെ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ക്ലിക്ക് ചെയ്യാം, അത് ഓപ്പൺ ആക്കാം നമ്മൾ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേജിലാണ് നമ്മൾ വരിക. അപ്പോൾ ഈ പേജിൽ നമുക്കിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴെ രജിസ്റ്റർ ടു ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത്, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു രജിസ്ട്രേഷൻ നടത്തണം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ SLC ബുക്കിലൊക്കെ എങ്ങനെയാണോ പേര് അതിനനുസരിച്ച് നിങ്ങൾ പേര് കൊടുക്കട്ടോ. ഓക്കെ, നിങ്ങളുടെ പേര് കൊടുക്കുക, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, അതുപോലെ നാഷണാലിറ്റി, മെയിൽ ഓർ ഫീമെയിൽ, അതുപോലെ ഇമെയിൽ ID, കൺഫേം ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുക്കുക, അതിന് ജനറേറ്റ് OTP കൊടുത്ത് അത് വാലിഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇമെയിൽ IDൻ്റെ OTP ഇവിടെയും കൊടുക്കുക, അതുപോലെ നിങ്ങൾക്ക് SMS ആയിട്ട് വരുന്ന മൊബൈൽ OTP ഇവിടെയും കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഓക്കെ, വാട്സപ്പിൽ നിന്നാണോ യൂട്യൂബിൽ നിന്നാണോ, അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് യൂട്യൂബിൽ നിന്ന് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇതിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റു ഫോമുകളൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കൂടുതൽ ആവശ്യക്കാരുണ്ട് നമ്മൾ ചെയ്യാം. കാരണം ഓൺലൈൻ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരുപാട് ടൈം ഇരിക്കണം ചെയ്യണമെങ്കിൽ. കാരണം നമ്മളതിൽ ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കാണിക്കണം നിങ്ങളെ. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കുറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ആവശ്യക്കാരുണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു തരാം, കാരണം കുറേ ദിവസമുള്ളൂ. അപ്പോൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അതെല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ചോയ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ അനുസരിച്ച് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്ത് അങ്ങനെ പോയാൽ മതി കേട്ടോ.